കൗതുകമുണർത്തുന്ന ആഴക്കടൽ കാഴ്ചകൾ തുറന്നിട്ട് CMFRI ഓപ്പൺ ഹൗസ് പ്രദർശനം കാണാനെത്തിയത് ആയിരങ്ങളാണ്. കടലറിവുകളുടെ കൗതുക കാഴ്ചകൾ സമ്മാനിച്ച് കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ സ്ഥാപനത്തിൻ്റെ ഓപ്പൺ ഹൗസ് പ്രദർശനം ഏറെ ശ്രദ്ധേയമായി. കൊച്ചിയിലാണ് പ്രദർശനം നടന്നത്. ഭീമൻ മത്സ്യമായ ഹംഹെഡ് റാസ്, ഏറ്റവും വലിയ മത്സ്യമായ തിമിംഗല സ്രാവ്, വില കൂടിയ മുത്തുകൾ തുടങ്ങി ആഴക്കടലിന്റെ അറിയാക്കഥകൾ കാണാൻ ആയിരങ്ങളാണ് എത്തിയത്. 77ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണ് CMFRI പൊതുജനങ്ങൾക്കായി തുറന്നിട്ടത്. മ്യൂസിയം, വിവിധ പരീക്ഷണശാലകൾ, മറൈൻ അക്വേറിയം, ലൈബ്രറി, ഹാച്ചറികൾ, കാർഷിക സാങ്കേതിക വിജ്ഞാന കേന്ദ്രം എന്നിവ കാണാനെത്തിയവരിൽ ഭൂരിപക്ഷവും വിദ്യാർത്ഥികളായിരുന്നു. ത്രിമാന ചിത്രങ്ങളും ശാസ്ത്രീയ വിവരങ്ങളും ചേർത്ത് കടൽ ജൈവ വൈവിധ്യങ്ങളെ പരിചയപ്പെടുത്തിയ മ്യൂസിയത്തിലെ ഇന്ററാക്റ്റീവ് ഡിസ്പ്ലേ ബോർഡ് ഏറെ വിജ്ഞാനപ്രദമായി. 3D ആണ്. സാധാരണ നിങ്ങൾ ഫിഷ് കാണുമ്പോൾ ഇറ്റ്സ് എ 2D. ഒരു സൈഡിൽ നിന്നല്ലേ നമ്മൾ ഫിഷ് കാണുന്നുള്ളൂ. സോ ഇതിൽ വെൻ യു മൂവ് യു ക്യാൻ മൂവ് പല ആംഗിളിലേക്ക് മാറ്റാം. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിൽ എങ്ങനെയാണ് ആ ഫിഷ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ യു ക്യാൻ മൂവ് ഇറ്റ്. മേലെ ഡോസൽ ഫിന്നിൻ്റെ എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻറ്ററാക്റ്റീവ് സ്ക്രീനാണ്. ഇനി മുതൽ ഈ സാധനം കൂടി ഉണ്ടാവും. അപ്പോൾ ഫിഷിൻ്റെ പല കളേഴ്സ്, ആക്ച്വൽ കളേഴ്സിൽ അതും കിട്ടും നിങ്ങൾക്ക്. ആക്ച്വലി ഇപ്പോൾ ഇത് ഭയങ്കര റെയറാണ്. അവിടെ ആ സാധനം ഉണ്ട്. ബട്ട് ഇറ്റ് ഇസ് ഫോർമലിൽ നമ്മൾ കളർ ഉണ്ടാവില്ല. സോ നോർമൽ കളറിൽ ഹൗ ഇറ്റ് ഇസ്, അതിൻ്റെ സൈഡ്സ് എങ്ങനെയായിരിക്കും, അതിൻ്റെ ഫിൻ ഇൻസേർഷൻ എങ്ങനെയാണ്. സോ ടോട്ടലി ഒരു 3D ഇമേജാണ്. അപ്പോൾ അത് ഇനി മുതൽ സ്റ്റുഡൻസിന് ഇറ്റ്സ് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് വന്നിട്ട് കാണാം. ഒരു ഇൻട്രാക്റ്റീവ് വേറെ 2Dയിലും ഉണ്ട്, ഇത് 3Dയിലും ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് മിക്കവാറും ഈ ഫിഷറീസ് പഠിക്കുന്ന സ്റ്റുഡൻസും അങ്ങനെ കുറച്ചും കൂടി നിങ്ങൾക്ക് സാമ്പിളായിട്ടുള്ള ഇൻട്രാക്ഷൻ കിട്ടാൻ. ചുറ്റികത്തലയൻ സ്രാവ്, പുലിസ്രാവ്, പേപ്പർ സ്രാവ്, കാക്കത്തിരണ്ടി, മൂക്കൻ തിരണ്ടി, ഗിത്താർ മത്സ്യം, കല്ലൻവറ്റ തുടങ്ങിയ മത്സ്യയിനങ്ങളും വിവിധയിനം ചെമ്മീൻ, ഞണ്ട്, കണവ, കൂന്തൽ, നീരാളി, കക്കവർഗ ഇനങ്ങളും വിവിധ ലാബുകളും പ്രദർശിപ്പിച്ചിരുന്നു. മീനുകളുടെ ജനിതക രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഗവേഷണ പ്രവർത്തനങ്ങൾ, സമുദ്ര ജൈവവൈവിധ്യ പാരിസ്ഥിതിക പഠനങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യം മീനുകളുടെ ജീവന് ഭീഷണിയാവുന്നതിൻ്റെ നേർചിത്രങ്ങൾ, മീനുകളുടെ ചെവിക്കല്ല് ഉപയോഗിച്ച് നിർമ്മിച്ച ആഭരണങ്ങൾ എന്നിവയും പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു. കൂട് മത്സ്യകൃഷി, സംയോജിത ജലകൃഷി രീതിയായ ഇംറ്റ തുടങ്ങി വിവിധ സമുദ്രജല കൃഷികളുടെ മാതൃകകളും സന്ദർശകർക്കായി ഒരുക്കിയിരുന്നു. സമുദ്ര മത്സ്യമേഖലയിലെ ഗവേഷണ പഠനങ്ങളെക്കുറിച്ച് വിദഗ്ധരുമായി ആശയവിനിമയത്തിനും അവസരമുണ്ടാക്കിയിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഇന്ത്യയിലെ തന്നെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രീമിയം സ്ഥാപനമാണ്. പ്രത്യേകിച്ചും ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടും കൃഷിയായിട്ട് ബന്ധപ്പെട്ടും സെൻട്രൽ ഗവൺമെൻറ്റിനും അതുപോലെ മറ്റു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും നമ്മൾ കൊടുക്കുന്ന ഉപദേശങ്ങൾ, അഡ്വൈസറി, അത് പ്രകാരമാണ് പലവിധ നിയന്ത്രണങ്ങളും കൊണ്ടുവരുന്നത്. അപ്പം അതിൽ നിന്നും പ്രത്യേകിച്ചും ഇപ്പോൾ ഈ പ്രദർശനത്തിൽ മറ്റു പൊതുജനങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കും മറ്റു ഗവേഷകർക്കും കിട്ടുന്ന ഒരു അപൂർവ അവസരമാണ്. പ്രത്യേകിച്ചും ഈ ലാബ് ഫിൻഫിഷ് ഫിഷറീസ് ഡിവിഷൻ്റെ കീഴിൽ വരുന്ന ലാബാണ്. അതിൽ നമുക്ക് ഇവിടെ നമ്മൾ പഠനവിധേയമാക്കുന്നതും നമ്മുടെ ഇവിടെ കമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒട്ടനവധി, അതായത് 80-ൽ പരം ഫിഷ് സ്പീഷീസ് ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വെറുതെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നതല്ല. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ വ്യക്തമായി പഠിച്ച്, ഓരോ ഐറ്റത്തിനെ കുറിച്ച് പഠിച്ച് അതിൻ്റെ സ്റ്റോക്ക് സ്റ്റാറ്റസ്, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഈ ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിലുള്ള ഈ പർട്ടിക്കുലർ സ്പീഷീസുകളുടെ സ്റ്റോക്ക് സ്റ്റാറ്റസ് അല്ലെങ്കിൽ അതിൻ്റെ കടലിലുള്ള അവസ്ഥയെക്കുറിച്ച് പഠിച്ച് അതിനുശേഷം ഇതെല്ലാം ഗവൺമെൻറ്റിന് ഒരു അഡ്വൈസറി ആയിട്ട് കൊടുത്തു. ഇതിൽ എത്രത്തോളം പിടിക്കാം, എത്ര പിടിക്കാതിരിക്കാം, അല്ലെങ്കിൽ ഇത് സുസ്ഥിരമല്ലേ, ഇതെല്ലാം നിർണ്ണയിക്കുന്ന പഠനമാണ് CMFRI നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രദർശിപ്പിക്കുന്ന ഈ മത്സ്യങ്ങളിൽ പ്രത്യേകിച്ച് ഇവിടെ 3 വിഭാഗമുണ്ട്. ഒന്ന് ഡെമേഴ്സൽ ഫിഷസ്, അത് അടിത്തട്ട് മത്സ്യങ്ങൾ. പിന്നെ പെലാജിക് ഫിഷസ്, അത് ഉപരിതലത്തിൽ കാണുന്ന മത്സ്യങ്ങൾ. അതുകൂടാതെ
കൺസർവേഷൻ കൺസേൺ ഉള്ള ഇലാസ്മോബ്രാങ്ക്സ്, അതായത് സ്രാവ്, തെരണ്ടി, ഗിറ്റാർ ഫിഷസ്, ഈ 3 വർഗ്ഗങ്ങൾ കൂടിച്ചേർന്നത്. പ്രത്യേകിച്ചും നമ്മളിപ്പോൾ ഈ ഇന്ത്യയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഈ വംശനാശം സംഭവിക്കുന്ന ഈ സ്രാവുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഇവിടെ കിട്ടുന്ന ലഭ്യമാവുന്ന കുറച്ച് വെറൈറ്റികൾ നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ തന്നെ ചിലതെല്ലാം മിക്ക ഇനങ്ങളും ഇവിടുത്തെ കമേഴ്ഷ്യൽ ഫിഷറിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും മറ്റു രാജ്യങ്ങളെ പോലെ ഈ നമ്മുടെ രാജ്യത്ത് ഷാർക്ക് ഫിന്നിന് വേണ്ടിയുള്ള ഒരു ഫിഷറി നിലനിൽക്കുന്നില്ല. അതിനു പകരം ഷാർക്ക് മീറ്റ് അല്ലെങ്കിൽ തെരണ്ടിയുടെ മീറ്റ്, സ്രാവിൻ്റെ മീറ്റ്, ഇതിനെല്ലാം അത്യാവശ്യം നല്ല ഡിമാൻഡുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായി ഇപ്പോൾ ഇവയിൽ ചില സാധാരണ വരുന്ന സ്രാവിനങ്ങൾ കൂടി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന സ്രാവിനങ്ങളിൽ ഒന്ന് ഈ ഹാമർ ഹെഡ് ഷാർക്ക്, ഇതിവിടെ സാധാരണ ഫിഷിൽ വരുന്നതാണ്. പക്ഷേ ഇത് ഇപ്പോൾ പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ പേപ്പർ ഷാർക്ക് എന്ന് പറഞ്ഞാൽ ഇതും ഇപ്പോൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഗിറ്റാർ ഫിഷും അതുപോലെ തെരണ്ടിയും നോക്കുകയാണെങ്കിൽ ഈ ഗിറ്റാർ മത്സ്യം റൈന ആൻസിലോസ്റ്റോമ എന്ന് പറഞ്ഞ ഗിറ്റാർ ഫിഷ്, ഇത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഉള്ളതാണ്. അതുപോലെ കാക്കത്തെരണ്ടി എന്നറിയപ്പെടുന്ന മൊബുല ജാപ്പോണിക്ക, ഇതും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇത് നമ്മളിവിടെ പ്രദർശിപ്പിക്കുന്ന 2 ഉദ്ദേശമുണ്ട്. ഒന്ന്, ഇതിൻ്റെ കൺസർവേഷനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുക. 2, ഇത് എത്രത്തോളം നമ്മുടെ കൊമേഴ്സ്യൽ ഫിഷറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുക. ഇതിൻ്റെ ശാസ്ത്രീയ നാമം, അതുപോലെ ലോക്കൽ നെയിം, മലയാളത്തിലുള്ള ലോക്കൽ നെയിം, അതുപോലെ ഇംഗ്ലീഷ് കോമൺ നെയിം, ഇതെല്ലാം നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരുവിധം ഇവിടെ അറിയപ്പെടുന്ന എല്ലാ മത്സ്യങ്ങളും ഇവിടെ ഉണ്ട്. ഇത് ഫ്ലൈങ് ഫിഷ്, ചെറിയ സ്പീഷീസ് ആണെങ്കിലും അത്യാവശ്യം നമുക്കിവിടെ ഇത് വരുന്നതാണ്. അതുകൂടാതെ ലാർജ് പെലാജിക്സ് എന്ന് പറയുന്ന എല്ലാ ട്യൂണ വിഭാഗങ്ങളിലുള്ള മത്സ്യങ്ങളും, ഈ മിക്ക ലാർജ് പെലാജിക് ഫിഷസും ഇവിടെ കാണാം. യെല്ലോ ഫിൻ ട്യൂണ, അതുപോലെ ഈ സോൾട്ട് ഫിഷ്, അതുപോലെ സിയർ ഫിഷിൻ്റെ ഗ്രൂപ്പിൽ വരുന്ന മത്സ്യങ്ങൾ, ഇതെല്ലാം ഇവയുടെ എല്ലാം സ്റ്റോക്ക് സ്റ്റാറ്റസ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതാണ്. അപ്പോൾ ശരിക്കും ഇത്തരത്തിലുള്ള ഒരു പഠനം കൃത്യമായ രീതിയിൽ നടക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ തീരദേശ മേഖലയിൽ മത്സ്യത്തിന്റെ ശേഖരണവും അതോടൊപ്പം തന്നെ ഫിഷിങ്ങിന്റെ കാര്യങ്ങളെല്ലാം കൺട്രോളിലായി കൊണ്ടു നടക്കാൻ കഴിയുന്നത്. തീർച്ചയായും. കാരണം ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് കൃത്യമായ ഗവേഷണവും അല്ലെങ്കിൽ എന്തെങ്കിലും സുസ്ഥിരതയെ ബാധിക്കുന്ന എന്ത് കാര്യങ്ങളെക്കുറിച്ചും അഡ്രസ്സ് ചെയ്യുന്നതും ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. പ്രത്യേകിച്ചും ഇന്ത്യ അതിൽ വളരെയധികം മുന്നോട്ടാണ്. ഓക്കെ, ഞങ്ങൾ ഇവിടെ 4 സെമ്മ് പഠിച്ചു, നമ്മുടെ സിഫ്നെറ്റിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ 4 സെമ്മിൽ പഠിച്ച പല ടോപ്പിക്സും നേരിട്ട് കാണാൻ പറ്റിയത് ഇപ്പോൾ ഇവിടെ CMFRയിൽ വന്നിട്ടാണ്. നിങ്ങളുടെ കോളേജിലുള്ളത് പോരാഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ, മറൈൻ ബയോളജി ആസ്പെക്റ്റിലാണെങ്കിൽ നമ്മൾ പ്രൊഫൈൽ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് കാണാൻ പറ്റി. പിന്നെ ഒരുപാട് ഫിഷിൻ്റെ നമ്മൾ അക്വേറിയത്തിൽ ഒരുപാടെണ്ണം കണ്ടു. അതല്ലാണ്ട് ഒറിജിനൽ ഫിഷസ് കണ്ടു, സ്റ്റഫ്ഡ് ആയിട്ടുള്ളത് കണ്ടു, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ളത് ഇവിടെ വന്നിട്ടാണ് കാണാൻ പറ്റിയത്. ഓഷ്യനോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട് കണ്ടു. എല്ലാ സബ്ജക്റ്റിലും നമുക്ക് കാണാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ സമയം ഒരുപാട് വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റി. ഈ ഓഷ്യൻസിന്റെ അടിയിൽ എങ്ങനെയാണോ ഈ സീവീഡ്സ്, അതുപോലെ അത് എങ്ങനെയാണ് എക്സ്ട്രാക്ഷൻ ചെയ്യണത്, അതെല്ലാം അതിൻ്റെ ഓരോ മെറ്റീരിയൽസ് ഒക്കെ ഇതിനുള്ളിൽ കാണാൻ പറ്റി. ഓരോ ഫിഷിന്റെ താഴെ എഴുതിയിട്ടുണ്ടാവും അത് ഏത് വഴിയാണ് നമുക്ക് എടുത്തേക്കുന്നത്, എങ്ങനെയാണ്, ഇപ്പോൾ ഏത് ട്രോൾ യൂസ് ചെയ്താണ്, ഏത് ഗിയർ യൂസ് ചെയ്താണ് എടുത്തിട്ടുള്ളത്, അതിനെപ്പറ്റി എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഏത് വർഷത്തിലാണ് എടുത്തത്, ഏത് ലൊക്കാലിറ്റിയിൽ നിന്നാണ് എടുത്തേക്കുന്നത്, എല്ലാം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് പറഞ്ഞു തരാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, അല്ലാതെ നോക്കി മനസ്സിലാക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ഉൾപ്പെടെയുള്ള കടൽ സമ്പത്തിന്റെ സംരക്ഷണ സന്ദേശം പകർന്നു നൽകുന്ന ചിത്ര സംഹിതയുള്ള ബാഡ്ജുകളുടെ വിതരണം പ്രദർശനത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റി. വിദ്യാർത്ഥികൾ ഈ ബാഡ്ജുകൾ ധരിച്ച് പുതുമയുണർത്തുന്ന ബോധവൽക്കരണ രീതിയുടെ ഭാഗമായി കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര ഗവേഷണ പഠന കേന്ദ്രത്തിൽ നിന്നും ടീം ബിസിനസ് കേരള